അപ്പോൾ നമ്മുടെ കശുവണ്ടി ചൂടാക്കുന്നതിനായിട്ട് അന്ന് കത്തിക്കാനായിട്ട് ഒരു പഴയ മെഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തീയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കശുവണ്ടി വെച്ച് പക്ഷേ ഇത് കത്തി തുടങ്ങിയപ്പോഴാണ് സത്യത്തിൽ എൻ്റെ ഒരു രഹസ്യം മനസ്സിലായത്. ഇത് ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടിത്തെറിക്കുന്നത്, നല്ല രീതിയിൽ തെറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സാധനം ചാടി പുറത്തു പോകുന്നു. അപ്പം അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാകും നോക്കി. അപ്പോൾ ആ മെഷ് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടൊരു ചെറിയ ബോക്സ് പോലെ ഉണ്ടാക്കി അതിൽ നിന്നാലും പുറത്തു പോകുമല്ലോ. ഇനി അവൻ ചാടി പുറത്തു പോകണമെന്ന് കാണണം, എന്തായാലും നോക്കട്ടെ. ഇനി അതിലേക്ക് മൊത്തം നല്ലതുപോലെ പടർന്നപ്പോഴാണ് സത്യത്തിൽ ആ ഒരു രഹസ്യം മനസ്സിലായത്. ഇതിൻ്റെ കറയുണ്ട്, ഈ കടയിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഹീറ്റുമാണ്, നല്ല രീതിയിൽ അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്, ഗ്യാസ് കിട്ടുന്നുണ്ട്. അയ്യോ, അതുപോലെ തന്നെ ഇത് പണ്ട് കാലങ്ങളിൽ ഈ കശുവണ്ടി തള്ളിയിട്ട് ബാക്കിയുള്ള ഇതിൻ്റെ തോട് വീടുകളിൽ കൊണ്ടുപോയി അടുക്കളയിൽ വിറകിന് പകരം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാം നല്ല രീതിയിൽ ഒന്ന് കത്തി വന്നു. നമുക്കതിൻ്റെ പരുവ് അറിഞ്ഞില്ലല്ലോ, എന്തായാലും എല്ലാത്തിനും തള്ളി താഴെ ഇട്ടു ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കശുവണ്ടി. നമുക്കറിയാം, കൊല്ലത്തിൻ്റെ വ്യവസായ മേഖലയിൽ ഏറ്റവും ഉന്നതിയിലെത്തിയിട്ടുള്ള ഒരു മേഖലയായിരുന്നു കശുവണ്ടി വ്യവസായം. അപ്പം നമുക്ക് കൊല്ലം ജില്ലയിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. എന്തായാലും നമ്മുടെ കൊല്ലം മേഖലയിൽ ഏറ്റവും അധികം കശുവണ്ടി തൊഴിലാളികളും കശുവണ്ടി ഫാക്ടറികളും ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് കശുവണ്ടി കിട്ടിയതിൻ്റെ ഭാഗമായി ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു എടുക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. വളരെ അപകടം പിടിച്ചൊരു ജോലി തന്നെയാണ്. എന്ന് പറയുന്നത് ഗ്യാസിൽ നിന്ന് ഇങ്ങനെ ചീറ്റി പോകണതൊക്കെയാണ് പോകുന്നത്, ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു. എന്തായാലും കുറച്ച് കശുവണ്ടി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇനി തല്ലുന്ന പ്രോസസ്സിലേക്ക് പോകും അല്ലേ. ഇത് എങ്ങനെയാണ് കശുവണ്ടി തൊഴിലാളികൾ ഇത് ചെയ്യുന്നതെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എന്തായാലും ഇത് തല്ലാൻ വേണ്ടിയിട്ട് ഇതാണ്ട് നമ്മൾ പഴയ ഒരു സൈക്കിളിൻ്റെ അപ്പോൾ എന്തായാലും നല്ല പ്രോസസ്സ് കഴിഞ്ഞു അല്ലേ. പീലിംഗ് ഘട്ടത്തിലേക്കാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് നോക്കാം. പീലിങ്ങാ നമ്മുടെ കശുവണ്ടി പ്രോസസ്സിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിലുള്ള പരിപ്പുകളും കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടൻസ് ഐഡിയ. താങ്ക് യു.